എന്താണ് ന്യൂമറോളജി എന്ന് പറഞ്ഞത്? ന്യൂമറോളജി ഇംഗ്ലീഷ് പദമാണ്. നമ്മുടെ മലയാളത്തിൽ അത് മലയാളീകരിക്കുമ്പോൾ സംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ സംഖ്യാജ്യോതിഷം. സോഡിയാക് സൈനിൻ്റെ സംഖ്യ എന്ന് പറഞ്ഞാൽ 8ആണ്. എന്ത് കാര്യം വിഘ്നത്തോടുകൂടിയേ നടക്കുള്ളൂ. ഈ സംഖ്യ അനുസരിച്ച്, അതായത് ഡിസ്നി നമ്പർ വിധിസംഖ്യ അനുസരിച്ചായിട്ടാണ് നമ്മുടെ കർമ്മ മേഖല തിരിക്കുന്നത്, അല്ലെങ്കിൽ കാർമിക് ഫലങ്ങളൊക്കെ കിട്ടുക. ഈ കുട്ടിക്ക് ഞാൻ പേരിട്ടു. ആ കുട്ടി ഇന്ന് വളരെ പ്രശസ്തമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഉയർന്ന നിലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എൻ്റെ തൊഴിൽ റെഡിയായെന്നാണ് എൻ്റെ അറിവ്. അതിനൊരു അനിയത്തിക്കുട്ടി ഉണ്ടായി, അതിനും പേരിട്ടിരിക്കുന്ന ഞാനാണ്. ഇനി എടുത്തു പറയത്തക്ക ഒരു കാര്യം, പല സെലിബ്രിറ്റികൾക്കും പേര് മാറ്റിയിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് വളരെ പ്രശസ്തരായിട്ടുള്ളവരാണ്. സുനാമി ഉണ്ടായ വർഷം മേഡത്തിന് അറിയാമോ? 2004. ഒന്ന് ജനന തീയതിയിലെ ആദ്യത്തെ ജനിച്ച തീയതി, അതാണ് അയാളുടെ ഭാഗ്യലക്കി നമ്പർ. അങ്ങനെ ഒരാളുടെ പേര് മാറ്റുമ്പോൾ അയാളുടെ തലവര മാറും. തീർച്ചയായിട്ടും. നമസ്കാരം. സംഖ്യാശാസ്ത്രം അതല്ലെങ്കിൽ ന്യൂമറോളജി, ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എനിക്കൊപ്പം ഉള്ളത് റാംസാഗർ തമ്പുരാനാണ്, ന്യൂമറോളജിസ്റ്റ് ആണ്. നമസ്കാരം. നമസ്കാരം. ന്യൂമറോളജി എന്നുള്ള പദം നമ്മളെല്ലാവരും നിരവധി കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് ന്യൂമറോളജി എന്നുള്ളതിനെ കുറിച്ചുള്ള അവ്യക്തത ഇന്നും പലരിലുമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ എന്താണ് ന്യൂമറോളജി എന്ന് പറഞ്ഞത്? ന്യൂമറോളജി ഇംഗ്ലീഷ് പദമാണ്. നമ്മുടെ മലയാളത്തിൽ അത് മലയാളീകരിക്കുമ്പോൾ സംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ സംഖ്യാജ്യോതിഷം. സാധാരണ അല്ലെങ്കിൽ ആക്ച്വലി ഈ സംഖ്യാജ്യോതിഷം ഭാരതത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. ഓക്കെ. അത് മലയാളത്തിൽ അത് കടപയാതി എന്ന പേരിലാണ് ആ ശാസ്ത്രം അറിയപ്പെടുന്നത്. ക, ഡ, പ, യ എന്നീ അക്ഷരങ്ങളാണ് ബേസിക് ആയിട്ടുള്ളത്. ബാക്കി അക്ഷരങ്ങൾ ഓരോ വാല്യുണ്ട്. അപ്പം ഷീറോ എന്ന് പറഞ്ഞ ഒരു ഹസ്തരേഖാ വിദഗ്ധൻ ഭാരതത്തിൽ വരികയും ഈ ശാസ്ത്രത്തിനോട്, ഈ കടപയാതി ശാസ്ത്രത്തിനോട് വളരെയധികം താല്പര്യം അദ്ദേഹത്തിനുണ്ടാവുകയും അത് പഠിക്കുകയും ചെയ്തു. അത് പഠിച്ചതിന് ശേഷം അദ്ദേഹം ഈ മലയാളത്തിലുള്ള അല്ലെങ്കിൽ സംസ്കൃതത്തിലുള്ള ഇത്രയും അക്ഷരങ്ങൾ വെച്ചിട്ട് ഇത് സംഖ്യാശാസ്ത്രം ഒരു വ്യക്തിയുടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷ ഇംഗ്ലീഷിൽ 26 അക്ഷരങ്ങൾക്കകത്ത് നിർത്തിക്കൊണ്ട് ഇത് ക്രമീകരിച്ചു. അതിന് അദ്ദേഹം നമ്മുടെ മാമുനിമാരെയൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു, അഭ്യസിപ്പിച്ചു. അവരെ കൊണ്ട് ഇത് കടപയാതി ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്താണ് ബേസിക്കലി ഓരോ അക്ഷരങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ വാല്യുകൾക്കും ഓരോ ഗ്രഹങ്ങൾക്കും ഒക്കെയുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ്, ഒരു സംഖ്യ ഒരു വ്യക്തിയിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നെല്ലാം അദ്ദേഹം പഠിച്ചിട്ട് ഇത് ഇംഗ്ലീഷുവൽക്കരിച്ചു. അങ്ങനെയാണ് ന്യൂമറോളജി വന്നത്. ഇന്ന് മാഡം പറഞ്ഞതിന് ഒരു കാര്യത്തോട് ഞാൻ വിയോജിക്കുന്നു. കാര്യം 10-20 വർഷത്തോളമായി ഞാൻ ന്യൂമറോളജി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, സർവീസായിട്ട് ചെയ്യും. ധാരാളം ആൾക്കാർക്കറിയാം. എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലയൻസ് ഉള്ളത് മലയാളികളാണ്. പ്രവാസി, അതായത് നമ്മുടെ മലയാളി എവിടെല്ലാം ഉണ്ടോ ആ രാജ്യത്തെല്ലാം എനിക്ക് ക്ലയൻസ് ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. എല്ലാ രാജ്യത്തും പല രാജ്യങ്ങൾക്കും എനിക്ക് പല ഉപകാരങ്ങളും അങ്ങനെ. കാര്യം ചില ഭാഷകളൊക്കെ പഠിക്കാനും ചിലതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടാനൊക്കെ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ന്യൂമറോളജി വളരെയധികം ന്യൂമറോളജി എല്ലാവർക്കും അറിയാം, പക്ഷെ എന്താണ് അതിന്റെ ബാക്കിലുള്ള അത് നമുക്ക് ചർച്ച ചെയ്യാം. എങ്ങനെയാണ് ന്യൂമറോളജി ഒരു വ്യക്തിയിൽ സ്വാധീനം ചെലുത്തുന്നത്? അതിന്റെ ബാക്കിലുള്ള ഒരു സയൻസ് എന്താണ്? സംഖ്യ, കണക്കാണ്. ഒരു വ്യക്തിയിൽ ആ കണക്കനുസരിച്ച് അല്ലെങ്കിൽ ഓരോ സംഖ്യകൾക്കും ഓരോ ഗ്രഹങ്ങളുടെ സ്വാധീനമാണ് പറയുന്നത്. ആ ഗ്രഹങ്ങളുടെ സ്വാധീനം, പിന്നെ ആ നാമം, ഒരു വ്യക്തിയിലുണ്ടാകുന്ന നാമത്തിൻ്റെ സ്വാധീനം, ഇതെല്ലാം വെച്ചിട്ടുള്ള ഒരു ശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം. അപ്പം ഒരു വ്യക്തിയുടെ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ജനന തീയതി, ആക്ച്വൽ ജനന തീയതി. അപ്പം ജനന തീയതി വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ന്യൂമറോളജി കാൽക്കുലേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരാളുടെ യഥാർത്ഥത്തിൽ ജനിച്ച തീയതി. കാര്യം എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന പലരും സർട്ടിഫിക്കറ്റ് ഡേറ്റാണ് ആദ്യം തരുന്നത്. അതല്ല നമുക്ക് ആവശ്യം. യഥാർത്ഥത്തിൽ ജനിച്ച തീയതി, സമയം നമ്മൾ ചോദിക്കുന്നത്. ഇപ്പം ഈ സംഖ്യാജ്യോതിഷത്തിനൊരു കുഴപ്പമുണ്ട്. മറ്റ് ജ്യോതിഷമാണെങ്കിൽ ഉദയാൽപരം, രാവിലെ 6 മണി കഴിഞ്ഞാൽ അടുത്ത ദിവസമായി. പക്ഷെ നമുക്ക് രാത്രി 12 മണി വരെ സെയിം ഡേ ആണ്. 12 മണി കഴിഞ്ഞാൽ അടുത്ത ദിവസമായി. ഇപ്പോൾ 6-ാം തീയതി രാത്രി 1 മണിക്കാണ് ജനിച്ചതെങ്കിൽ ആ ആളുടെ സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള ഡേറ്റ് ഓഫ് ബർത്ത് 7ആണ്. അതേസമയം ജ്യോതിഷപരമാണെങ്കിൽ 6-ാം തീയതി അസ്തമയാൽ പറ ഇത്ര വിനാഴിക ഇത്ര നാഴിക കഴിഞ്ഞു, അത് അസ്തമയാൽ പറ 6-ാം തീയതി തന്നെയായിരിക്കും ജനനത്തീയതി പറയുക. പക്ഷെ സംഖ്യാശാസ്ത്രത്തിൽ നേരെ മറിച്ചിട്ടാണ്. രാത്രി 12 മണി കഴിഞ്ഞാണ് ജനനമെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ അടുത്ത ഡേറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
നമ്മളിപ്പോ പറഞ്ഞു ഡേറ്റ് ഓഫ് ബർത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഖ്യാശാസ്ത്രത്തിൽ കണക്ക് കൂട്ടുന്നത്. എന്തൊക്കെയാണ് ഞാനിപ്പോ ഡേറ്റ് ഓഫ് ബർത്ത് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഒരു സംഖ്യാശാസ്ത്രം ഉപയോഗിച്ച് പറഞ്ഞത്? ജനന തീയതി വെച്ചിട്ട് നമ്മൾ ആദ്യം 3 കാര്യങ്ങളാണ് സ്ഥിരസംഖ്യകളായിട്ട് കിട്ടുക. ഒന്ന് ഭാഗ്യസംഖ്യ. സംഖ്യാശാസ്ത്ര പ്രകാരം ഒരാളുടെ ജനനത്തീയതി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ആദ്യം ഭാഗ്യസംഖ്യ, 2 വിധിസംഖ്യ, അത് കഴിഞ്ഞ് സോഡിയാക് സൈൻ രാശിസംഖ്യ. ഈ 3 സംഖ്യകൾ സ്ഥിരസംഖ്യകളാണ്. ഈ സംഖ്യകളെ വെച്ചിട്ടാണ് നമ്മളൊരു വ്യക്തിക്ക് പേര് അനുയോജ്യമാണോ ഇല്ലയോ എന്ന് നോക്കുന്നത്. അതല്ലെങ്കിൽ ഒരു പുതിയ കുട്ടിക്ക്, ഇപ്പോൾ ന്യൂ ബോൺ ബേബിക്ക് പുതിയ പേരിടുന്നത്. അപ്പോൾ ഈ 3 ഭാഗ്യസംഖ്യകളുണ്ടാവും. ഒന്ന് ജനന തീയതിയിലെ ആദ്യത്തെ ജനിച്ച തീയതി, അതാണ് അയാളുടെ ലക്കി നമ്പർ എന്ന്. എല്ലാ സംഖ്യകളോടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് വിധിസംഖ്യ, ഡിസ്നി നമ്പർ എന്ന് പറയും. അടുത്തതാണ് രാശിസംഖ്യ. ഏത് സോഡിയാക്ക്, ഏത് രാശിയിൽ, മേടമാണോ ചിങ്ങമാണോ കന്യാണോ, ഏത് രാശിയിലാണ് ജനിച്ചതെന്ന് നോക്കിയിട്ട് ആ രാശിയുടെ സംഖ്യ. ഈ 3 സംഖ്യകളും കോൺസ്റ്റന്റ് സംഖ്യകളായി, സ്ഥിരസംഖ്യകളാണ്. ഈ സംഖ്യകൾക്കെല്ലാം ഓരോ പ്രത്യേകതകളുണ്ട്. അതിനൊക്കെ ഈ കാൽക്കുലേറ്റർ, സംഖ്യാശാസ്ത്ര കാൽക്കുലേറ്റർ അനുസരിച്ചിട്ട് ആ സംഖ്യകളുടെ വിധി അല്ലെങ്കിൽ അതിന് പറഞ്ഞിരിക്കുന്ന ഫലങ്ങളായിരിക്കും ആ വ്യക്തിയിലുണ്ടാവുക. അയാളുടെ ജീവിതം, തൊഴിൽ, വിദ്യാഭ്യാസം, കാർമിക് ഫലങ്ങൾ, അതായത് കർമ്മം കൊണ്ടുള്ള മുൻജന്മത്തിൽ ഈ ജന്മത്തിലൊക്കെ ഉള്ള കാർമിക് ഫലം എന്ന് പറയും. ഇതെല്ലാം ഉണ്ടാവുന്നത് ഈ 3 സംഖ്യകളെ ബേസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ വൈബ്രേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു പുതിയ പേര് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന പേര് മാറ്റുകയോ അല്ലെങ്കിൽ ഒരു ന്യൂ ബോൺ ബേബിക്ക് പുതിയ പേരിടുകയോ ചെയ്യുന്നത്. ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് സംഖ്യാശാസ്ത്രത്തിലുള്ളത്. നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ പേരുകൾ മാറ്റുന്നുണ്ട്. അതിന് അവർ ബേസിക് ആയിട്ട് പറയുന്നത് ന്യൂമറോളജി തന്നെയാണ്. അങ്ങനെ ഒരാളുടെ പേര് മാറ്റുമ്പോൾ അയാളുടെ തലവര മാറും. തീർച്ചയായിട്ടും തലവര മാറുക എന്നുള്ളതല്ല, അയാൾ പോസിറ്റീവ് ആവും. 2 കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് വൈബ്രേഷൻ പോസിറ്റീവ് ആവും, രണ്ടാമത് സൈക്കോളജിയാണ്. ഞാൻ എൻ്റെ പേര് മാറ്റിയതുകൊണ്ട് പിന്നെ അയാൾ പോസിറ്റീവ്, അത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിലേക്ക് നമ്മൾ പോകുന്നുള്ളതാണ്. പോസിറ്റിവിറ്റി വർദ്ധിക്കും. വൈബ്രേഷൻ മാറുന്നതനുസരിച്ചിട്ട് അയാളിലേക്ക് പോസിറ്റിവിറ്റി വരും. ഭാഗ്യസംഖ്യ അനുസരിച്ചായിരിക്കുമല്ലോ നാമസംഖ്യ കറക്റ്റ് ചെയ്യുന്നത്, അല്ലെ പുതിയ പേരിടുന്നത്. ഒരുപാട് പോസിറ്റിവിറ്റി കിട്ടും. ഒരുപാട് പോസിറ്റീവ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ ധാരാളം ആൾക്കാർക്ക് പേരിട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, പല സെലിബ്രിറ്റികൾക്കും പേര് മാറ്റിയിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് വളരെ പ്രശസ്തരായിട്ടുള്ളവരാണ്. അത് എൻ്റെ നേരിട്ട് മാറ്റങ്ങൾ അനുഭവിച്ചിട്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നേരിട്ട് അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പോൾ ഉദാഹരണം, സിനിമാക്കാർക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ സിനിമകളിൽ എനിക്ക് അഭിനയിക്കാൻ അവർ ഇങ്ങോട്ട് വിളിച്ച് ചാൻസ് തന്നിട്ടുണ്ട്. അതൊക്കെ ഏറ്റവും വലിയ നേരിട്ട് അനുഭവമല്ലേ. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർത്തു വെക്കുന്ന ഒരു ഇൻസിഡന്റ് പറയാമോ, ഇങ്ങനെ പേര് മാറ്റിയിട്ട് ജീവിതം? തീർച്ചയായിട്ടും. എൻ്റെ അനുഭവത്തിലുള്ളതെന്ന് പറഞ്ഞാൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം, സുനാമി ഉണ്ടായ വർഷം മേഡത്തിന് അറിയാമോ? 2004 ഡിസംബർ 26 തീയതി. അന്നത്തെ ഭാഗ്യസംഖ്യ 8, വിധിസംഖ്യ 8, രാശിസംഖ്യ 8. അന്ന് ജനിച്ച ഒരു കുട്ടിയുണ്ട്, കായംകുളത്തുള്ളതാണ്. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. ആ കുട്ടിയുടെ അച്ഛൻ പല ആൾക്കാരുടെ അടുത്ത് പോയി, പല ജ്യോതിഷികളുടെ അടുത്ത് പോയി, പല ന്യൂമറോളജിസ്റ്റ് അറിയപ്പെടുന്നവരുടെ അടുത്തൊക്കെ പോയി ഈ കുട്ടിക്കൊരു പേരിടാൻ. അപ്പോൾ 3 സംഖ്യകൾ, വിധിസംഖ്യ, രാശിസംഖ്യ, ഭാഗ്യസംഖ്യ, ഇത് 3 8 ആയതുകൊണ്ട് ഇനി നാമസംഖ്യയും കൂടെ 8ലേക്ക് കൊണ്ടുപോയാൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടാവുമോ? എല്ലാം കൂടെ ശനി, ഈ 8 എന്ന് പറയുന്ന എൻ്റെ അധിപൻ ഗ്രഹം ശനിയാണ്. ഇതെല്ലാം കൂടെ ശനി ആയിക്കഴിഞ്ഞ് കുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് പറഞ്ഞ് പലരും പേരിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൗമുദിയിലെ ലേഖനം വായിച്ചിട്ട് ഇദ്ദേഹം എന്നെ കാണാൻ വന്നു. എന്നെ കാണാൻ വന്നിട്ട് ഈ കുട്ടിക്ക് ഞാൻ പേരിട്ടു. ആ കുട്ടി ഇന്ന് വളരെ പ്രശസ്തമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഉയർന്ന നിലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എൻ്റെ തൊഴിൽ റെഡിയായെന്നാണ് എൻ്റെ അറിവ്. അതിനൊരു അനിയത്തിക്കുട്ടി ഉണ്ടായി, അതിനും പേരിട്ടിരിക്കുന്നത് ഞാനാണ്. ഇനി എടുത്തു പറയത്തക്ക ഒരു കാര്യം, നമ്മൾ ആ ഒരു പേരിട്ട് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഈ പയ്യൻ്റെ അച്ഛനും ഞാൻ പേര് മാറ്റി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പേര് മാറ്റിയതല്ല, പേര് കറക്റ്റ് ചെയ്തു, സ്പെല്ലിങ് കറക്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പം ഈ പേര് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ 10-40 വർഷമായിട്ടുള്ള ഒരു പേരായിരിക്കും. അപ്പോൾ പല വൈബ്രേഷൻ ഇങ്ങനെ വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ വൈബ്രേഷൻ നമ്മൾ മാറ്റുകയാണ്, ഒരു പേരിടും. 10-25 വയസ്സുള്ള ഒരു വ്യക്തിക്ക് ചെറുപ്പം മുതലേ ഒരു പേരിൻ്റെ വൈബ്രേഷൻ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു സന്യാസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശസ്തര വ്യക്തി, ആ പേര് ലോകമുള്ള ആൾക്കാർ മൊത്തം ഇങ്ങനെ വിളിക്കുമ്പോൾ ആ ഒരു വൈബ്രേഷൻ ആ വ്യക്തിയിലേക്ക് ചെല്ലും. അപ്പം അത് ആ നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വിളിക്കുന്ന ആ ഒരു സാമി എന്ന് വിളിക്കുക, അല്ലെങ്കിൽ അമ്മയെന്ന് വിളിക്കുന്ന അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക എനർജി അവരിലേക്ക് ഡിപ്പോസിറ്റ് ആവും എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പം മാഡത്തിന് ഇപ്പോൾ എത്ര വയസ്സായി?
പറയണ്ട, 10, 18, 20 വയസ്സ് മുതൽ ഉപയോഗിക്കുന്ന ഒരു പേരുണ്ടല്ലോ, ഈ പേരിൻ്റെ ഒരു വൈബ്രേഷൻ മാഡത്തിനുണ്ട്. ഇപ്പം ന്യൂമറോളജി നോക്കിയിട്ട് പേര് മാറ്റുകയാണെങ്കിൽ ചെയ്യേണ്ട ഒരു ക്രിയയുണ്ട്. ഒരു പുതിയ നോട്ട്ബുക്ക് എടുക്കുക, ഇവിടുന്ന് ഞങ്ങൾ പേര് മാറ്റുമ്പോൾ ന്യൂമറോളജിസ്റ്റ് ഒരു ആവർത്തി പറയും, ഇത്ര ദിവസം ഒരു ദിവസം ഇത്ര തവണ വെച്ച് എഴുതുക, ആ പേര് എഴുതണം കൃത്യമായിട്ട്. അത് എഴുതണമെന്നൊരു അതിനൊരു ചിട്ടവട്ടങ്ങളുണ്ട്. നമ്മൾ ഇന്നിപ്പോൾ അത് ആ വ്യക്തിയോട് തന്നെ നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് എപ്പോഴാണ് എഴുതാൻ സാധിക്കുക? ആ എഴുതാൻ പറ്റുന്ന സമയം, ഇപ്പോൾ രാവിലെ 6 മണിക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഉച്ചയ്ക്കാണെങ്കിൽ, അല്ലെങ്കിൽ വൈകിട്ട്, ആ സമയം കൃത്യമായി പാലിക്കുക. ഇപ്പോൾ ഉദാഹരണം 108 ദിവസം എഴുതാനാണ് പറയുന്നതെങ്കിൽ ഈ 108 ദിവസം കൃത്യമായിട്ട് ക്രമമായിട്ട് എഴുതണം. ഇപ്പോൾ ഒരു 56 ദിവസം കഴിഞ്ഞു, 57ാമത്തെ ദിവസം എഴുതാൻ സാധിച്ചില്ല, 58ാമത്തെ ദിവസം പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ 1 എഴുതണം, പിന്നെ വീണ്ടും 108 എഴുതാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പറഞ്ഞില്ലേ ആ സുനാമി ഉണ്ടായ ദിവസം ജനിച്ചൊരു കുട്ടിയുടെ പേര് ഞാൻ ഇട്ടു. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ്റെ പേര് കറക്റ്റ് ചെയ്യണോ അത് നോക്കി, അദ്ദേഹത്തിൻ്റെ നോക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിന് വൈബ്രേഷൻ ഇച്ചിരി മോശമുണ്ട്, പേര് മാറ്റി. അദ്ദേഹത്തിൻ്റെ പേര് 108 ദിവസം എഴുതാൻ പറഞ്ഞു, അദ്ദേഹം കൃത്യമായിട്ട് എഴുതി. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന ഈ ഗ്രന്ഥത്തിന് നമ്മുടെ ഒരു എന്താ പറയുക, ഹൈലി പോസിറ്റീവ് ആയിട്ട് എനർജി ഉണ്ടാവും. അപ്പോൾ അത് അതുവരെ എനിക്ക് അനുഭവത്തിലുണ്ടായതാണ്. ഇദ്ദേഹത്തിനൊരു തടിമില്ലായിരുന്നു. ഈ തടിമില്ല് മൊത്തം കത്തിപ്പോയി, അഗ്നിബാധ ഉണ്ടായി. പക്ഷേ മേശപ്പുറത്തിരുന്ന് ഇദ്ദേഹം ആ മില്ലിൽ വന്നിരുന്ന ഇന്ന് രാവിലെ എഴുതുന്നത്, ഈ ബുക്ക് അവിടെ തന്നെ വെച്ചിരുന്നത്, എന്നും അതിനെ ഒരു എന്താ പറയുക ഭഗവത്ഗീത പോലെ ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ബുക്ക് മാത്രം കത്തിയില്ല എന്നുള്ളതാണ്. ബാക്കിയെല്ലാം കത്തി. തടിമില്ല് മൊത്തം കത്തി നശിച്ചുപോയി. അതിനൊരു ദൈവികത ഉണ്ട്, അതിനൊരു പവർ. ആ പവറാണ് നമ്മളിലേക്കും പ്രവേശിക്കുക, ആ എഴുതുന്ന വ്യക്തിയിലേക്കും പ്രവേശിക്കുക. ആ ബുക്ക് ഇപ്പോഴും അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ബുക്ക് മാത്രം അഗ്നിക്കിരയായില്ല. നമ്മൾ ഈ ഹനുമാൻ സ്വാമിയുടെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കഴുത്തിലിങ്ങനെ ശ്രീരാമജയം എന്നാണ് അത് എഴുതിയിട്ട് മാല ഇട്ടിരിക്കുന്ന കാണാറുണ്ട്. അപ്പൊ മേ ബി ആ എഴുതിയിടുന്നതിനും അങ്ങനെ ഒരു പവർ ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടായിരിക്കും ആവർത്തി ഉണ്ട്, ഇത്ര ആവർത്തി എഴുതണമെന്നുണ്ട്. അത് ഇപ്പം 108 തവണ ഓരോ ഇതിലും 54 തവണ, അല്ലെ 108 തവണ, അല്ലെ 18 തവണ ഇങ്ങനെ എഴുതിയിട്ട് അത് ഓരോന്നും മുത്തായിട്ട് ഇങ്ങനെ 108 എണ്ണം കെട്ടിയിട്ടാണ് ഹനുമാൻ സ്വാമി. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചത് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ഞാനും ഇട്ടിട്ടുണ്ട്, അത് ചെറുപ്പത്തിൽ. അപ്പം അതിന് ഒരു എനർജി ഉണ്ട്. അതിന് ഈ ആക്ച്വലി ചാണ്ടിങ് അല്ലെ മന്ത്രം എന്താണ്, നമ്മൾ ആവർത്തിക്കും തോറും ആ ഒരു എനർജി നമ്മളിലേക്ക് വരികയാണ്. ഇപ്പം ഞാൻ ഈ പേരൊക്കെ മാറ്റുമ്പോൾ ഞാൻ എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ചെയ്യും, നിങ്ങൾ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് ഇപ്പം 108 ദിവസം അല്ലെങ്കിൽ 101 ദിവസം അല്ലെങ്കിൽ 54 ദിവസം ഇത് എഴുതി നിങ്ങൾക്ക് ഉത്തമ ബോധ്യമായതിനു ശേഷം മാത്രം ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് നിങ്ങൾ പേര് മാറ്റുക. പിന്നെ പുതിയ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ന്യൂ ബോൺ വയ്യാതെ ആദ്യം മുതലേ ഇങ്ങനെ ആ പേര് വൈബ്രേഷൻ ആയിക്കോളും. ഓക്കെ, ഞാനിപ്പോ എന്റെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും പറഞ്ഞു തരികയാണെങ്കിൽ എനിക്ക് എന്റെ ഭാഗ്യ നമ്പർ ഏതാന്ന് പറഞ്ഞത്? തീർച്ചയായിട്ടും നമുക്കൊന്ന് നോക്കിയാലോ? തീർച്ചയായിട്ടും നോക്കാം. മേരെ പറഞ്ഞ കറക്റ്റ് ആണ്, കാപ്രിക്കോൺ തന്നെ. കാപ്രിക്കോൺ ആണ്. അപ്പം മേഡത്തിന്റെ ഭാഗ്യസംഖ്യ എന്ന് പറഞ്ഞാൽ ജനിച്ചത് 18-ാം തീയതി അല്ലേ? 1+8 9 ആണ് മേഡത്തിന്റെ ഭാഗ്യസംഖ്യ. വിധിസംഖ്യ എന്ന് പറഞ്ഞാൽ ഈ 1+8+1+1+9+9+9. ഡേറ്റ് ഓഫ് ബർത്ത് മൊത്തത്തിൽ കൂട്ടുന്നതാണ്. അതാണ് വിധിസംഖ്യ. രണ്ടുപേരും. അതിന്റെ വൈബ്രേഷൻ ആണ് ഈ കാണുന്നത്. നമ്മൾ ഈ വൈബ്രേഷൻ ആണ് ശ്രദ്ധിക്കുന്നത്. ഇവിടെ ചൊവ്വ, ചന്ദ്രൻ, വീണ്ടും ചൊവ്വ, വീണ്ടും ചൊവ്വ, വീണ്ടും ചന്ദ്രൻ, വീണ്ടും ചൊവ്വ, ചന്ദ്രനിലേക്ക് പോയിരിക്കുന്നു. അപ്പം ഭാഗ്യസംഖ്യ 9 ചൊവ്വയാണ് അധിപൻ. ഈ വൈബ്രേഷനിൽ ചൊവ്വയുടെ ആധിപത്യം വളരെ കൂടുതലാണ്. ലോ അല്ലെങ്കിൽ നിയമം പഠിക്കാൻ വളരെ താല്പര്യം ഉണ്ടായിരുന്നു? ഇല്ല, ഇഷ്ടപ്പെട്ടത് പഠിച്ചിട്ടാണ് ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഏതാണ്? ജേർണലിസം. കമാൻഡിങ് പവർ ഉണ്ടായിരുന്നില്ല? ഉണ്ടാവുമല്ലോ. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. കമാൻഡിങ് പവർ ഉണ്ടാവും. അപ്പം ഇതെന്തുകൊണ്ട് കലയിലേക്ക് വന്നെന്നറിയോ? ഡിസ്നി വന്ന് കലയിലാണ് നിൽക്കുന്നത്, ചന്ദ്രൻ കാൽപ്പനികതയിലാണ് നിൽക്കുന്നത്. അതാണ്
ഈ സംഖ്യ അനുസരിച്ച്, അതായത് ഡിസ്നി നമ്പർ വിധിസംഖ്യ അനുസരിച്ചായിട്ടാണ് നമ്മുടെ കർമ്മ മേഖല തിരിക്കുന്നത്, അല്ലെങ്കിൽ കാർമിക് ഫലങ്ങളൊക്കെ കിട്ടുക. ഓക്കെ. അതിനെ ഡിസ്നി നമ്പർ എന്ന് പറയും. ഇവിടെ വന്ന് നിൽക്കുന്ന കലയിലാണ്. സോഡിയാക് സൈനിൻ്റെ സംഖ്യ എന്ന് പറഞ്ഞാൽ 8ആണ്. എന്ത് കാര്യം വിഘ്നത്തോടു കൂടിയേ നടക്കുകയുള്ളൂ.